സാറേ നമസ്കാരം. ഞാൻ ആ വീഡിയോക്കകത്ത് പറയാൻ ഉദ്ദേശിച്ചത് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് യൂണിറ്റ്സ് ആണ്. ഒന്ന് മൾട്ടി സ്പ്ലിറ്റ് മൾട്ടി യൂണിറ്റ്, വേറൊന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ്. അപ്പം ഓരോ യൂണിറ്റിനും അതിൻ്റെ ആയിട്ടുള്ള ഔട്ട്ഡോർ യൂണിറ്റ്. ഈ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ഔട്ട്ഡോർ യൂണിറ്റ് വരുമ്പം ഈ രീതിയിലായിരിക്കും. ഇപ്പം കിച്ചണിനകത്ത് ഡൈനിങ് ഏരിയയിൽ ഒരു ഔട്ട്ഡോർ യൂണിറ്റ്, ഈ ഔട്ട്ഡോർ യൂണിറ്റൊക്കെ ബാക്ക് സൈഡിൽ നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ കോപ്പർ പൈപ്പ് ലൈൻ വീണ്ടും കൂടും, അതേപോലെ തന്നെ അത് സീലിങ്ങിൻ്റെ അകത്തൂടെ പോകും, ഡ്രെയിനേജിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ കൊണ്ടാണ് അത് അവിടെ തന്നെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ 1, 2, 3 ഡക്ട്, അതായത് സാറിൻ്റെ മേളത്തെ ബെഡ്റൂം, 2 ബെഡ്റൂം, നോർത്ത് സൗത്ത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം, മൂന്നിൻ്റെയും ഔട്ട്ഡോർ യൂണിറ്റ്. അത് കഴിഞ്ഞാൽ ഗസ്റ്റ് ബെഡ്റൂം, അതിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റ്. പിന്നെ ഈ മീഡിയ റൂമിനകത്ത് 2 ടൺ മതിയെങ്കിൽ 2 ടൺ വയ്ക്കാം. 234 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. പിന്നെ ഞാൻ അതിന് ഈ എക്വിപ്മെൻറ്റിൻ്റെ ഒക്കെ പ്രസൻസ് ഉണ്ട്. പിന്നെ അതിനകത്ത് ഈ ഫ്ലോ കിട്ടുക, എയർ ഫ്ലോ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. ഈ 3 യൂണിറ്റ് അല്ലാതെ 1.5 2 യൂണിറ്റായിട്ട് വെക്കാം. മൾട്ടിയാണ് വെക്കുന്നെങ്കിൽ മൾട്ടിയിൽ ഒന്നിൽ 3 ഇൻഡോർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഒന്നിൽ 2 ഇൻഡോർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ 1 ടണ്ണിൻ്റെ 3 ഇൻഡോറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം വൺസ് റൂം കൂളിംഗ് ആയി കഴിഞ്ഞാൽ അത്രയും ഒരു റോയിലെ ആളുള്ളെങ്കിൽ അത് മാത്രം യൂസ് ചെയ്താലും ആ മെഷീൻ ആ റൂമിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. പവർ സേവിങ് വീണ്ടും കുറയും എന്നുള്ള കൺസെപ്റ്റിലാണ് ഞാൻ 3 വെച്ചത്. അപ്പം ഈ 2 എണ്ണമാണ് വെക്കുന്നെങ്കിൽ 2 ഔട്ട്ഡോർ ഉണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നമ്മൾ ഇൻവെർട്ടർ മോഡൽസിനെ പറ്റിയാണ് കൊണ്ടുവന്നത്. 2 എണ്ണം വയ്ക്കുന്നെങ്കിൽ 2 എണ്ണത്തിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഔട്ട്ഡോർ യൂണിറ്റ്. 2 ടണ്ണാണ് ഒരെണ്ണേ വയ്ക്കുന്നുള്ളൂ എന്ന് ഇതാണെങ്കിൽ പിന്നെ അത് ഒരു ഔട്ട്ഡോർ യൂണിറ്റേ ഉള്ളൂ. ഇത് 2 ഔട്ട്ഡോർ യൂണിറ്റ്. ഇനി ഇത് തന്നെ നമ്മൾ മൾട്ടിയുമായിട്ട് മിക്സ് ചെയ്യുന്നു. അപ്പോൾ മൾട്ടിയുമായിട്ട് മിക്സ് ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് മൾട്ടിയുമായിട്ട് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല, കോപ്പർ പൈപ്പ് വീണ്ടും കൂടും. ഇത് മൾട്ടിയായിട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പം മൾട്ടിയായിട്ട് മിക്സ് ചെയ്യുന്നത് ഈ 1, 2 സാറിന് മനസ്സിലാവുന്നുണ്ടല്ലോ, 1, 2 അതേപോലെ തന്നെ 3, ഈ 3 യൂണിറ്റും ഒരു ഔട്ട്ഡോറിൽ നിന്നുള്ള സപ്ലൈ. അതേപോലെ തന്നെ നമ്മുടെ മീഡിയ റൂമിനകത്തും ഒരു സപ്ലൈ. ഇത് കണ്ടോ സാറേ? അപ്പോൾ അങ്ങനെ വരുമ്പം ഇങ്ങനെ ആയിരിക്കും ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ വ്യൂ. 1 ഇത് മീഡിയ, ഇത് ഗസ്റ്റ് ബെഡ്റൂം, ഇത് 3 ബാക്ക് സൈഡിലെ ബെഡ്റൂം, ഇത് ഡൈനിങ് ഏരിയ. ഇങ്ങനെ ആയിരിക്കും ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ പ്രസൻസ്. ഇനി ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ യൂണിറ്റ് ഇരുന്ന് നേരെ ഡക്ട് പോകുന്നു. ഇവിടെ പൗഡർ ഏരിയയിലോട്ട് ഒരു ഫ്ലെക്സിബിൾ ഡക്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബ്രാഞ്ചിൽ നിന്ന് തന്നെ ഇവിടത്തേക്കൊരു സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഈ ഗ്രില്ല്, ഇങ്ങനെ കണ്ടിന്യൂസ് ഗ്രില്ല്, ഇതാണ് നമ്മുടെ ആർക്കിടെക്റ്റ് ചോദിച്ച കാര്യം. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഇതിലൂടെ തന്നെയാണ് റിട്ടേൺ എയർ ഈ മെഷീനോട്ട് പോകേണ്ടത്. അപ്പോൾ ഇവിടെ വോൾ ഓപ്പണിംഗ് ഉണ്ട്, അതൊന്ന്, അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ സൈറ്റിൽ വെച്ച് അത് മാർക്ക് ചെയ്ത് കൊടുത്തോളാം. ഇതാണ് നമ്മൾ ബാത്റൂമിനകത്ത് തന്നെ ഗസ്റ്റ് ബെഡ്റൂം. സാറിന് മനസ്സിലാവുന്നുണ്ട്, ഗസ്റ്റ് ബെഡ്റൂമിനകത്ത് ഇങ്ങനെ ആയിരിക്കും മെഷീൻ്റെ സപ്ലൈ ഗ്രില്ല്. ഇതുവഴി റിട്ടേൺ എയർ പോവുക എന്നുള്ളതാണ്. പിന്നെ കിച്ചണിനകത്ത് വന്നു കഴിഞ്ഞാൽ കിച്ചണിനകത്ത് ഞാൻ ഈ ഡോറ് കഴിഞ്ഞിട്ടുള്ള ഈ ഏരിയയിലാണ് കൊടുത്തിരിക്കുന്നത്. ഡോറ് കഴിഞ്ഞിട്ടുള്ളത് ഇത് സീലിങ്ങിൻ്റെ താഴെയായിട്ടാണ് വരുന്നത്. അപ്പം അതിൻ്റെ ലേഔട്ടും കാര്യങ്ങളും എല്ലാം ഞാൻ സാറിന് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ അത് തന്നെ നിതിൻ സാറിന് ഷെയർ ചെയ്തിട്ടുണ്ട്. 2 പ്രാവശ്യം ഞാൻ കോണ്ടാക്ട് ചെയ്തു, പക്ഷെ ഫോൺ എടുക്കാൻ പുള്ളിക്കാരന് പറ്റിയില്ല. ഞാൻ നമ്മുടെ സുമൻ മാഡത്തുമായിട്ട് കാര്യങ്ങളെല്ലാം കൊടുത്ത് പുള്ളിക്കാരിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. സോറി സാറേ. പിന്നെ ഫസ്റ്റ് ഫ്ലോർ
ഫസ്റ്റ് ഫ്ലോർ വരുമ്പം ഫസ്റ്റ് ഫ്ലോറിനകത്ത് ഇതേപോലെ ഇതാണ് നമ്മുടെ നോർത്ത് സൈഡിലുള്ള ബെഡ്റൂം. അതിൻ്റെ ആർക്കിടെക്റ്റ് പറഞ്ഞ പോലെ ബാത്റൂമിലോട്ട് പോയി ഇവിടുന്ന് ഒരു ബ്രാഞ്ച്, 2 കോളർ. അതേപോലെ തന്നെ ഇത് ഈ മെഷീനും ഇത് ഇങ്ങനെ ഒരു ഓഫ്സെറ്റും കൂടെ വരും. മിക്കവാറും ഇതിന് ഒരു ഓഫ്സെറ്റും കൂടെ ചെറുതായിട്ട് കാണും. അത് ഇവിടെ ഈ മെഷീൻ കുറച്ച് ഭിത്തിയിലും തള്ളി വരുന്നത് ഇതുപോലെ ഉള്ള രീതിയിലായിരിക്കും വരുന്നത്. ഈ കാണുന്ന ഈ മെഷീൻ്റെ പോലെ തന്നെ ഒരു ഓഫ്സെറ്റ് വെച്ചിട്ടായിരിക്കും ഈ സ്ട്രെയിറ്റ് ഭിത്തിയിലോട്ട് വരുന്നത്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ യൂണിറ്റുകൾ. ആ യൂണിറ്റുകളുടെ ഡക്റ്റും. ഇത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ യൂണിറ്റുകളുടെ ഡക്റ്റും. ഓക്കെ, താങ്ക് യു സാർ.